ഈ കോൾ എവറിത്തിങ് ബൈ നെയിം എന്നും പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, അതൊരു ഫ്രേസാണ്. എല്ലാത്തിനെയും അതിൻ്റെ പേരിട്ട് വിളിക്കുക എന്നുള്ളത്. ഇൻ ടു ദ വൈൽഡ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. പെട്ടെന്നൊരു ദിവസം ഒരാളിങ്ങനെ നിന്നുണ്ട്, അയാളുടെ ID കാർഡൊക്കെ കത്തിച്ച് വനത്തിലോട്ട് പോകുന്നതാണ്. ഒരു ട്രൂ ഇൻസിഡൻറ്റാണ്. അപ്പോൾ അയാളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇങ്ങനെ കോൾ എവറിത്തിങ് ബൈ നെയിം. അപ്പോൾ അയാളിങ്ങനെ ഓരോന്നിൻ്റെയും പേര് കണ്ടെത്താനുള്ള ശ്രമമാണ്. പണ്ടൊരിക്കൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇങ്ങനെ എത്ര മരങ്ങൾ നമുക്കറിയാമെന്നുള്ളതാണ്. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കാവെന്നോ കാടെന്നോ പറയുന്നതിനപ്പുറമായിട്ട് ഇതിലെ മരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൃഷി വകുപ്പിലുള്ള എന്ന നിലയിൽ സുജയ്ക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ അത്യാവശ്യം പേരുകൾ. ബാക്കി ആർക്കും അത്ര പേരുകൾ കിട്ടുന്നില്ല. അപ്പോൾ എന്നും നമ്മൾ വരുന്ന ഇവിടെ തന്നെ, എന്നാലും നമുക്ക് അതിൻ്റെ പേരുകൾ അറിയത്തില്ല. അപ്പോൾ ഇപ്പം അതുകൊണ്ട് ഞാൻ മോനെ കൊണ്ട് അത് പറഞ്ഞു, എന്താണ് അവൻ്റെ പേരെന്നുള്ളത് അല്ലേ. ഇപ്പം നമുക്കൊക്കെ ഇങ്ങനെ പേരിട്ടിട്ടുണ്ട്. ഇത്രയും തന്നെ നമ്മുടെ പേരൻസൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്ത് പേരിടണം എന്നുള്ളത് അല്ലേ, സ്വാഭാവികമായിട്ടും. ഇപ്പം എന്തോന്ന് അവരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം നമ്മുടെ പേരായിട്ട് മാറുന്നത്. ഇപ്പം എൻ്റെ പേര് ബോബി എന്നാണ്. അത് ആ ഹിന്ദി സിനിമ വരുന്നൊക്കെ മുമ്പുള്ള ബോബിയാണ് ഞാൻ. അപ്പോൾ അതിന് കാരണം വെച്ചെന്നാൽ ഇങ്ങനെ ഭയങ്കര ഈ റോബർട്ട് കെന്നഡിയുടെ ഒരു ഫാൻ ബോയ് ആയിരുന്നു അപ്പൻ. പുള്ളിയെ ഫോളോ ചെയ്യുകയും എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളെന്ന് അപ്പൻ. റോബർട്ടിൻ്റെ വീട്ടിലെ പേരാണെന്ത്, ബോബി. അപ്പോൾ പുള്ളി കൊല്ലപ്പെട്ട വർഷമാണ് ഞാൻ ജനിച്ചത്. അല്ല, അങ്ങനെയാണ് എനിക്ക് ഈ ബോബി എന്ന് പേര് വരുന്നത്. അപ്പോൾ എന്ത് നമുക്കിപ്പോൾ ലളിതമെന്ന് തോന്നുന്ന പേരാണെങ്കിൽ പോലും അതിൻ്റെ മീതെ ഒരു പുരുഷനും സ്ത്രീയും കുറേ അധികം ദിവസങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ചേട്ടൻ ഇട്ടിരിക്കുന്ന പേര്, കുഞ്ഞുങ്ങൾ കിട്ടിയിരിക്കുന്ന പേര് അല്ലേ, മൈത്രി എന്നൊക്കെ പറയുന്ന പേരെന്ന് പറയുന്നത് ഇടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പേരാണ്. അല്ലെങ്കിൽ കുഞ്ഞ് പിറക്കുമ്പോൾ കുഞ്ഞിന് മൈത്രി എന്ന് പേരിടുക. ചിലപ്പോൾ പെട്ടെന്നൊരു അർത്ഥമൊന്നും ചിലപ്പോൾ എല്ലാ പേരും തോന്നിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഒരു ഫോണ്ടസ്റ്റ് നെയിമാണ് അത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പേര് മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് പേര് മറന്നു പോകാൻ ഭയങ്കര വിഷമമാണ് വാസ്തവത്തിൽ. അതിങ്ങനെ കിട്ടുവോളം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ചിലപ്പോൾ കിട്ടണമെന്നില്ല, ഓർമ്മയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടണമെന്നില്ല, പക്ഷേ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ കോൾ എവറിത്തിങ് ബൈ നെയിം. അപ്പോൾ എന്തിൻ്റെ ഒന്ന് പേര് മനസ്സിലാക്കുക എന്ന് പറയുന്ന അയാളെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചു, ഇത്തിരി വളരെ അതിൻ്റെ ബേസിക്കായ പാഠങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എപ്പോഴും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മനുഷ്യനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, അയാളൊരു പ്രോബ്ലമായിട്ട് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ അയാളൊരു മിസ്റ്ററി ആയിട്ട് അപ്രോച്ച് ചെയ്യാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമ്മൾ അനുദിനം പരിഹരിച്ച് പോകണം. ഇന്ന് ഞങ്ങൾക്കൊരു തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കം പരിഹരിക്കുന്നു. വീടിനകത്തൊരു തർക്കം ഉണ്ടെങ്കിൽ ആ തർക്കത്തിന് കാരണമായ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് കണക്കൊരു ജീവിതമുണ്ട്, ഇങ്ങനെ സദാ മനുഷ്യർ ഹാൻഡിൽ ചെയ്യുന്ന പ്രോബ്ലമായിട്ടാണ്. പക്ഷെ ചെറിയ പ്രായം തൊട്ടേ മനുഷ്യർ മിസ്റ്ററി ആയിട്ട് കാണാൻ പറ്റുന്നെങ്കിൽ ഓരോ ദിവസവും ഓരോ കണ്ടെത്തലുണ്ട്. അതായത് പ്രശ്നമാണോ അതോ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന നിഗൂഢതയാണെന്നുള്ള അന്വേഷണമാണ്. അതിനകത്ത് എപ്പോഴും ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിനെ കണ്ടെത്തുന്നു, റീവിസിറ്റ് നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാവരും റീവിസിറ്റ് ചെയ്യും ഓരോ കാലത്തിനകത്തും. അവരെന്താണ് അനുഭവിച്ചതെന്ന്, അല്ലെങ്കിൽ അവരെന്താ. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് എനിക്ക് പരിചയമുള്ള ജിയോ എന്ന് പറയുന്നത് അല്ലേ, ആ ജിയോയും ഈ കുട്ടിയായിട്ട് വരുന്ന ജിയോ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഈ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അപ്പൻ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വേറെന്നാണ് അല്ലേ. പറയുന്ന കാര്യങ്ങൾക്കകത്തുള്ളൊരു മിതത്വവും ഒതുക്കവും ഒക്കെ ഉൾപ്പെടെ ടോട്ടലി ബോഡി ലാംഗ്വേജ് തന്നെ മാറിയ. അപ്പോൾ ഓരോ ദിവസവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സാധ്യത പേരാണെന്ത്, മിസ്റ്ററി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പരിഹരിച്ച് നമ്മൾ ക്ഷീണിച്ച് പോകും. മറ്റേ അങ്ങനെയല്ല, അത്ഭുതപ്പെട്ട് ഈ മോൻ ഉപയോഗിച്ച വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഡിസോൾവ് ചെയ്യും നമ്മൾ. ഈ ഡിസോൾവ് ആവാന്ന് പറഞ്ഞ വാക്ക്, താങ്ക് യു ബെന്നെ, ആ വാക്കിന് നന്ദി. അതിലോട്ട് ഇങ്ങനെ നമ്മൾ അലിഞ്ഞു പോകാമെന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, വാണ്ട് ആൻഡ് നീഡ് എന്ന് പറഞ്ഞ സംഭവം. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. നമ്മൾ എന്തിനെ വാണ്ടേ മനസ്സിലാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒത്തിരി ഇടിപ്പടങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇടിപ്പടങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഇവിടെ ഒത്തിരിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലേലമല്ല, കമ്പോളം എന്നൊക്കെ കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ബാബു ആൻ്റണിയുടെ നല്ലൊരു സമയത്തായിരുന്നു. ഒന്നിലോട്ട് പുള്ളി ഇങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ഇപ്പോൾ എടുത്തും കാണുന്നില്ല. അന്ന് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഇരുന്ന് വളരെ സന്തോഷപൂർവ്വം കണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ടൊന്നുമില്ല. പക്ഷെ അപൂർവം
ഈ വയലൻ്റായ പടങ്ങൾ നമ്മുടെ തലയിൽ കിടപ്പുണ്ട്. അതിന് കാരണം വെച്ചെന്നാൽ ഇത് ഒരാളെ പരാമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ഇവർ അവതരിപ്പിച്ച പടങ്ങൾക്കകത്ത് അവർ വാണ്ട് മാത്രമേ ഉള്ളൂ. ഇവർ അവിടെ എത്തിക്കുന്ന നീഡ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഡീറ്റെയിൽഡ് ആയിട്ടില്ല. എന്നുവെച്ചാൽ അവരെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോഴേക്കും അവരുടെ ആക്ടിവിറ്റീസ് മാത്രമാണ് സ്ക്രിപ്റ്റിലോട്ട് വരുന്നത്. അവരെ അവിടേക്ക് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ അത്ര അഗ്രസീവ് ആക്കുന്ന ഒരു നീഡുണ്ട്. ആ നീഡ് ഒരിക്കലും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ തീരുമാനിക്കുകയാണ് മനുഷ്യന് വാണ്ടല്ല, അവന് നീഡുണ്ടെന്ന് പിടുത്തം കിട്ടുന്ന ദിവസം തൊട്ട് നമ്മളിങ്ങനെ മനുഷ്യരോട് കുറേ കൂടി എന്ത് ചെയ്യും, കെയർഫുള്ളാവും. ആ നീഡാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഇപ്പോൾ ചെറിയ കാര്യത്തിനകത്താണ് ചിലപ്പോൾ ഞാനിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വലിയ കാര്യങ്ങൾ അതിനെ ബാധിക്കത്തില്ല. കാരണം ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഒരു കോണ്ടസ്റ്റിന് അനുസരിച്ചിട്ട് എനിക്ക് എപ്പോഴും എൻ്റെ ചെറിയ കാലം തൊട്ട് ഒരു തോന്നലുണ്ട്, ഞാൻ ഇത്തിരി ഒന്ന് മാറി ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വീടിനകത്ത് കാൽക്കാശ് വില കിട്ടിയിട്ടില്ല. പക്ഷേ ആ വീടിനകത്തൊരു പ്രധാനപ്പെട്ട ഒരാൾ ഇതിനെ കരുതുന്നുണ്ട്. അതല്ല ഞാൻ പറയും, സ്നേഹക്കോലൻ്റെ ഇഷ്യൂ അല്ല ഞാൻ ഈ പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തിരി ഒരു ചുവട് മാറിയൊരു സംഭവം എപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു കാലത്തും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാനും അനിയനും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ഞങ്ങൾ ഭയങ്കര ബോണ്ടുള്ള ആൾക്കാരാണ്. അതല്ല തന്നെ ഒരു ഇഷ്യൂ പറയുന്നത്. പക്ഷേ എനിക്ക് പിന്നെ എൻ്റെ താഴെ ഒരു അനിയൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മുകളിലാണ്. എനിക്ക് അപ്പോൾ ഇവൻ്റെ മീതെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പോലും കേൾക്കത്തില്ല. അപ്പോൾ ഈ പ്രശ്നം എന്തെങ്കിലും നമ്മൾ അടുപ്പമുള്ള ആൾക്കാരോട് ഒരു കാര്യം പറയുമ്പോഴേക്കും പറഞ്ഞിട്ട് അവർക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഞാൻ കിടന്നിങ്ങനെ, അതായത് വെറുതെ ഒരു ചായ കുടിക്കാനായിട്ട് ഈ കട കയറിയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞ് വിചാരിക്കുക. ഞാൻ എൻ്റെ ഒരു മണ്ടത്തരം പറയുകയാണേ. അടുത്ത കടയിൽ കയറി, പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം പോയി. ഇതിനേക്കാൾ ഭംഗിയുള്ള ഭക്ഷണം അവിടെ ഉണ്ട്, ഇതിനേക്കാൾ ഒന്നിനെയും ബാധിച്ചിട്ടില്ല. പക്ഷെ അതെൻ്റെ വാണ്ടാൻ അല്ല, വാണ്ട. അപ്പം വൈകുന്നേരം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ കടമാറിയതിനെ കുറിച്ചാണ് ഇത്രയും മോഹം വീർപ്പിച്ച് നടക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ വാണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ കടമാറിയതിൻ്റെ മീതെ ഞാൻ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആകാനായിട്ട് പറ്റുന്ന ഒരു ചൈൽഡ്ഹുഡ് ഒരു സംഭവമുണ്ട്. ഇതെന്നാണ് പിടുത്തം കിട്ടുന്നത്, അന്ന് നമ്മൾ എന്ത് ചെയ്യും, മനുഷ്യരോട് കമ്പാഷനേറ്റ് ആകും. നമുക്ക് ചിലപ്പോൾ അവരോടിങ്ങനെ കമ്പാഷൻ മാത്രമല്ല, ഇത്രയും നല്ലൊരാളാണല്ലോ എൻ്റെ കൂടെ പാർത്തതെന്നൊക്കെ നമുക്ക് തോന്നും. അയാളോട് ഗ്രേറ്റ്ഫുൾ ആകും. കമ്പാഷനേറ്റ് ആകുന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് ഫേസ് മാത്രമാണ്. ടേൺ ഇൻ ബി ഗ്രേറ്റ്ഫുൾ. ഇത്രയും വിഷമമൊക്കെ ഉള്ള ഒരാളാണല്ലോ എന്നോടൊപ്പം പാർത്തെന്നൊക്കെ ഓർക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും, ഒരുതരം വല്ലാത്ത കരച്ചിൽ വരും. ഇതൊക്കെ സഹിച്ചും ഇതൊക്കെ ഉണ്ടായിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് ഭംഗിയായിട്ട് ഇടപെടാനായിട്ട് ശ്രമിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോഴേ, ഒരു ഭയങ്കര ഫേമസ് ആയൊരു മൂവിയുണ്ട്, സ്പാനിഷാണ്. ഇയാളിങ്ങനെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഓപ്പറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറ വാലാണൊക്കെ സംഭവമാണ് ഇത്. അപ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ട് ഈ സ്ത്രീ സ്ട്രഗിൾ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് മുമ്പിൽ നിന്ന് ഒരാൾ ഇന്ന് കരയുന്നതാണ് കാണുന്നത്. ഈ മുഴുവൻ സമയം ഇരുന്നുകൊണ്ട് ഈ ബാലെ കരയുന്ന, അത് തുടങ്ങുന്നത് അങ്ങനെയാണ്. അത് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ തിരിച്ചു വരുമ്പോഴേക്കും ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വളരെയേറെ സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നൊരു സ്ത്രീയായിട്ട് അടുപ്പമുണ്ട്. അവരുടെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അകത്തെന്തോ പ്രാണി, എന്തോ ഒരു ജീവജാലത്തെ കണ്ടെന്നും പറഞ്ഞുകൊണ്ടേ, പാമ്പിനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇയാൾ ആദ്യം വിചാരിക്കുകയാണ്, എന്താ പറയുന്നത്, ഇത്രയും കരുത്തുള്ളൊരു സ്ത്രീ എന്തിനാണ് ഈ ഒരു കുഞ്ഞ് പാമ്പിഴഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഇത്രയും കിടന്ന് വറിയിടാവുന്നുള്ള കുറിച്ച്. അപ്പോൾ അയാൾ അവൾ ചേർത്ത് വെച്ചിട്ട് പറയുന്ന സംഭവമുണ്ട്. എനിക്കിത് മനസ്സിലാവും. കാരണം ഞാൻ കുറേ കാലം ജീവിച്ചത് ഇത് കണക്ക് തന്നെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയുള്ള ഒരാളോടൊപ്പമാണ്. രണ്ട് മനുഷ്യരവരുടെ ഈ മുറിവുകളെ കണ്ടെത്തുന്നിടത്തുനിന്നാണ് അവരെ ബന്ധം അഗാധമാകാൻ പോകുന്നത് അല്ലേ. ഒരു വൺ സൈഡ് മാത്രമല്ല നീഡെന്ന് പറയുന്നത്. ഈ നീഡ് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾക്കും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അന്നാണ് വാസ്തവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കണ്ടെത്തൽ, ഒരാളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്ന ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ഈ നിങ്ങൾക്ക് ഒരു 2 ആഴ്ച നിങ്ങൾ വെറുതെ വിടുകയാണ് മനുഷ്യർ. നമ്മളതിനെ വിളിക്കുന്ന വാക്ക് ഹണിമൂൺ എന്നുള്ളതാണ്. ആ ഹണിമൂൺ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരിക്കുകൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ടായിരുന്നു, ഇന്ന പ്രതിസന്ധിയുള്ള ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയ്ക്കകത്ത് ഞാൻ ഫ്രജയിലാണെന്നൊക്കെ പറഞ്ഞ് അവനവൻ്റെ ക്ഷതങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഹണിമൂൺ എന്ന് പറയുന്നത്. അവന് പകരം നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ഇങ്ങനെ കാര്യങ്ങൾ പെരുപ്പിച്ചൊക്കെ പറയുന്നത്, മഞ്ചാടി ഗുരുപെറുക്കിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നിനക്ക് അങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഇപ്പോഴും അതിൻ്റെ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂൾ ഡ്രാമയ്ക്കകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കി നിൽക്കുന്നു. ഈ ബന്ധങ്ങളൊക്കെ അഗാധമാകുന്നത് only when you expose your wounds. എനിക്കൊരു താവിനെക്കുറിച്ചുള്ള സന്തോഷം അതാണ്.
കാര്യമായിട്ട് ഏച്ചുകെട്ടലില്ലാത്തൊരിടമാണ് ഇത് വാസ്തവത്തിൽ. എല്ലാം നമ്മൾ പറയുന്നില്ല, പക്ഷെ പറയുന്ന മിക്കവാറും കാര്യങ്ങൾ നമ്മുടെ ഫ്രജൈലിറ്റിയാണ്, വൾണറബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ മഴക്കാലത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ വന്ന് കാണണമെന്നൊക്കെ നമുക്ക് തോന്നുന്നേ. സോ ഞാൻ വിരമിക്കുകയാണ്. അപ്പോൾ ആപ്പാടെ പറയാനായിട്ട് ശ്രമിച്ചൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ കമ്പാഷൻ എന്ന് പറഞ്ഞ വിഷയം ആണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കമ്പാഷൻ ബിഗിൻസ് ഓൺ ദ ഡേ യു റിയലൈസ് ഓൾ ഓഫ് us ആർ സഫറിങ്. ഏതൊരു പ്രഭാതത്തിലാണോ നമുക്ക് പിടുത്തം കിട്ടുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഒരേപോലെ സഹിക്കുന്നവരാണെന്ന് പിടുത്തം കിട്ടുന്നതാണ് എന്ത് ആരംഭിക്കുന്നത്, കമ്പാഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നയിക്കുന്ന ഒരു 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ശ്രമിച്ചത്. ഒന്നെന്താണ്, കോൾ എവരിബഡി ബൈ നെയിം. കുറച്ചുകൂടി അവരെക്കുറിച്ച് അറിയണ്ടേ എല്ലാ കാര്യങ്ങൾക്കകത്ത്. അല്ലെ എല്ലാം മരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. എല്ലാം മരമാണെങ്കിൽ എന്തിനാ ഇത്രയും മരങ്ങൾ ദൈവം അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിച്ച് അല്ലേ? ഇപ്പോൾ എല്ലാ മരങ്ങൾക്കും അല്ലേ, പഴയ കവിതകളൊക്കെ ഭൂമി എന്ന് പറയുന്നത് തന്നെ എന്താണ് അല്ലേ, എല്ലാത്തിനും ഇടമുള്ള, എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പണിക്കരൊക്കെ കവിതയുണ്ട്. എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമി. അതിൻ്റെ ഒരു സ്ലൈസ്, ഒരു കുഞ്ഞ് സ്ലൈസാണ് നമ്മൾ ഈ പറയുന്ന കാവെന്ന് പറയുന്നത്. ഇതിനകത്തൊന്നും സംഭവിക്കുന്നില്ല വാസ്തവത്തിൽ. പക്ഷേ ഇത് വലിയ ലോകത്തിൻ്റെ ഒരു ചെറുത്തുണ്ടമാണ്, നടുത്തുണ്ടം പോലും അല്ല, ഒരു ചെറുത്തുണ്ടമാണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്, എല്ലാത്തിനും അതിൻ്റെ പേര് കണ്ടെത്തി ജീവിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. 2, ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ ചങ്ങാതി നിങ്ങളുടെ പ്രോബ്ലം ആണോ മിസ്റ്ററി ആണോ അല്ലേ? നമുക്ക് 3 പേര് പാട്ടിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആ മക്കളെ എങ്ങനെ ആ കാര്യമായിട്ട് എനിക്ക് അനുഭവം, എല്ലാവരും പേരൊക്കെ അത്യാവശ്യം ഞാൻ ചോദിച്ചൊക്കെ മനസ്സിലാക്കുകയും പരിചയപ്പെട്ടതൊക്കെ ആയിട്ട് അറിയാം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ കാലത്തിൽ എന്തിനായിരിക്കണം ഈ ചെറുപ്പക്കാരിങ്ങനെ ഈ പാട്ടിന് വേണ്ടി തന്നെയൊക്കെ നടക്കുന്നത് അല്ലേ? അവരൊക്കെ ഞാൻ വിചാരിക്കുന്നു വിശേഷം അവർ തന്നെ തയ്യാറാക്കിയ പാട്ടുകളാണ് പാടുന്നത്. അതിനകത്തൊക്കെ ഇതുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഈ മനുഷ്യനെ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള അവരുടെ ചെറിയ പ്രായത്തിൽ അവർ നടത്തിയ ചില സത്യാന്വേഷണ പരീക്ഷകളുണ്ട് അല്ലേ? ഗാന്ധിയുടെ ആത്മകഥയാണ് എല്ലാവരും ആത്മകഥ. എന്താണ്? മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. എവരിബഡി ഈസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത്. അവരുടേതായ രീതിയിൽ അല്ലേ എല്ലാവരും സത്യാന്വേഷണ പരീക്ഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം അതിൻ്റെയൊക്കെ അതുകൊണ്ട് കൂടിയാണ് അവരിന്ന് വൈകുന്നേരം ഇവിടെ ഉണ്ടാവണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചത്. അതിൻ്റെ അതേ സ്പിരിറ്റിൽ അവർ എടുത്തിട്ടുണ്ട്. 3-മത്തത് നമ്മൾ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ വാണ്ടിന് എന്തുണ്ട്, ഒരു നീഡുണ്ട്. ആ നീഡ് റിയലൈസ് ചെയ്യുന്ന എന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പം ആ വീടിനകത്ത് ഭർത്താവിൻ്റെ അമ്മ ദേഷ്യപ്പെടുന്നു പറഞ്ഞൊരു സംഭവം വാണ്ടാണ്. പക്ഷെ അവരുടെ നീഡെന്ന് പറയുന്നത് എന്തായിരിക്കും? അവർക്ക് ആകപ്പാടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഭയമായി ഉണ്ടായെന്ന് കരുതിയ ഒരാൾ, അത് അവരുടെ മോനാണ്. മോൻ ഇപ്പോൾ അത്രയും സമയം അവരോട് ശ്രദ്ധിക്കുന്നില്ല അല്ലേ? അത് ഡിവൈഡ് ചെയ്യപ്പെടുന്നതിൻ്റെ മീതുള്ള ആശങ്കയുടെ പുറത്ത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും ചെറിയ കാര്യങ്ങളുടെ മീത് എന്തിനാണ് അമ്മ ദേഷ്യപ്പെടുന്നുള്ളത്? ഞാൻ വിചാരിക്കുന്ന എല്ലാ ദേഷ്യങ്ങളുടെ പിന്നിലും നമ്മൾ വാണ്ട് കാണാതെയാണ് പോകുന്നത്. വാണ്ട് മാത്രം നമ്മൾ കാണുന്നത്. അപ്പോൾ വെറുതെ ഒരു 3 വാക്കുകൾ വെറുതെ ഒന്ന് നമുക്ക് ഓർമ്മിച്ചിട്ട് ഇത്രയായിരുന്നു നമ്മുടെ പതിവ് രീതിയിലൊന്ന് കണ്ണുകൂട്ടിയിരുന്നാൽ കുഴപ്പമുണ്ടോ?